എവിടേക്ക് സാറേ? റെയിൽവേ സ്റ്റേഷൻ. ആ, കയറിക്കോ. വൺസ് അഗെയിൻ വെൽക്കം ടു ലവ് ബീറ്റ്സ്. വളരെ മനോഹരമായൊരു പ്രണയഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ തണുത്ത രാത്രിയിൽ പ്രണയത്തിൻ്റെ നിറങ്ങളെപ്പറ്റി എത്ര തന്നെ പറഞ്ഞാലും അധികമാവില്ല. എന്നാൽ ഇന്നത്തെ പ്രണയങ്ങൾ യഥാർത്ഥമാവും. മൊബൈൽ ഫോണുകളും മറ്റ് സാങ്കേതിക വിദ്യകളും സജീവമാകുന്നതിന് തൊട്ട് മുമ്പേ ഉണ്ടായിരുന്ന പ്രണയത്തിൻ്റെ ആ മാസ്മരികത ഇപ്പോഴുണ്ടോ? പണ്ട് പ്രണയിക്കുക എന്ന് വെച്ചാൽ പ്രണയിക്കുക തന്നെ, പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. അന്ന് ഇഷ്ടപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു കത്തിന് അല്ലെങ്കിൽ ഒരു വാചകത്തിന് വിശപ്പോടെ ദാഹത്തോടെ കൂടിയ നെഞ്ചെടുപ്പോടെ കാത്തിരുന്നിരുന്നു. പക്ഷേ അതേ പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് ഇന്ന് എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ ദിനം പ്രതി പത്രത്തിൽ കേൾക്കുന്നത്? വഞ്ചന, ആത്മഹത്യ. എന്തിനാണ് ഓഫ് ചെയ്തത്? നല്ല പരിപാടിയല്ലേ? പിന്നെ മൂട്ടിൽ പിടിച്ച് നമുക്ക് കേൾക്കാൻ പറ്റിയ പരിപാടി. തോക്കവിടെ അതവിടെ വീണുപോയി. അത് പോട്ടെ, വാ നമുക്ക് പോവാം. തോക്കും പോയി. നീ ഇറങ്ങണ്ട. വേണ്ട ഭായ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. വേണ്ട ഭായ്. നീ എന്ത് പറഞ്ഞാലും കാറിൽ എനിക്ക് വേണം. 50 ലക്ഷം വേണ്ട ഭായ്, ഞാൻ പറയും. നോക്ക്, ഞങ്ങൾ അവിടെ ഇവിടെ പോയിക്കോളാം. ഭായിയുടെ പൈസ എത്രയായാലും ഞാൻ സെറ്റിൽ ചെയ്യും. എനിക്കൊരു മാസം സമയം താ. ഞങ്ങളിനി ഭായിക്കൊരു ശല്യമാവില്ല. സത്യം സത്യം. പ്ലീസ് ഭായ്, പ്ലീസ് പ്ലീസ്. നിന്റെ ആരാണവൻ? നീ എന്തിനാ അവന് വേണ്ടി? അവൻ എൻ്റെ കൂട്ടുകാരനാണ് ഭായ്. ഇതോടെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും. അതെന്താടാ നിൻ്റെ പ്രശ്നം മാത്രം? ഈ പണം കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളല്ലേ തീരാൻ പോകുന്നത്? അല്ല, നിൻ്റെ മാത്രമാണോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാ. നമ്മുടെ തന്നെ ഉദ്ദേശിച്ച പുറത്തു വന്നപ്പോൾ മാറിപ്പോയതാ. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട, മനസ്സിലായോ?
നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ എത്ര നാളായി കാണും? ആ എനിക്കറിയില്ല. ഇന്നേക്ക് 1 കൊല്ലം. ഈ 1 കൊല്ലം കൊണ്ടൊക്കെ ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റുമോ? ഡാ, നിന്നോടാ ചോദിച്ചേ. എന്താ? അല്ല, ഈ 1 കൊല്ലം കൊണ്ടൊക്കെ ഒരാൾക്ക് മറ്റൊരാളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുമോ? ആ എനിക്കറിയില്ല. ശരിയാ, നിനക്കൊന്നും അറിയില്ല. കാരണം നീ കുട്ടിയാണ്. പോണം മയിര. നിന്റെ കഴിവുകളിൽ ഏറ്റവും മികച്ചത് എന്താണെന്നറിയോ? എന്താ? തെളിവുകൾ നശിപ്പിക്കാനുള്ള നിന്റെ വൈദഗ്ധ്യം. മനസ്സിലായില്ലല്ലേ? എടാ, ഈ വൈദഗ്ധ്യം എന്ന് വെച്ചാൽ കഴിവെന്ന് തന്നെ അർത്ഥം. ഇപ്പോൾ മനസ്സിലായോ? ഓ അങ്ങനെ. Yes. ആ 1 കൊല്ലത്തിനുള്ളിൽ എത്രയെത്ര മോഷണങ്ങൾ ആർക്കെങ്കിലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? അളിയാ, നീ ആളൊരു സംഭവമാടാ. അതുകൊണ്ട് നമുക്ക് നല്ലതല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതെ, ഇനിയിപ്പോൾ നീ ഒരാളെ കൊന്നാൽ സാക്ഷാൽ ഹോംസിന് പോലും നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താ ഇവിടെ? ഇത്ര നാളായിട്ട് നീ എൻ്റെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ. വാ, ഒന്ന് കയറിയിട്ട് പോവാം. ഡാ നമുക്ക് സമയമില്ല. എടാ, ഏതായാലും നമ്മളോട് വീടാണ്. അതിനുമുമ്പ് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാം. എന്താ? വാ. ഹാ, വാടോ. എടാ, നീ ആ ടോർച്ചൊന്ന് അടിച്ചേ. വഴിയിൽ വല്ലതും ഒന്ന് കിടപ്പുണ്ടാവും. വാ. എൻ്റെ പെങ്ങളാടാ. 3 വർഷം മുന്നേ ആത്മഹത്യ ചെയ്തു. എനിക്ക് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ, അവളുടെ ഓർമ്മയ്ക്കായിട്ട് ഞാനൊരു സാധനം സൂക്ഷിക്കുന്നുണ്ട്. ദാ, ഇതവളുടെയാ. പാവം, എന്തിനാണ് അവൾ ഈ ചേട്ടനെ വിട്ടിട്ട് പോയത്? നിനക്കറിയോ എന്തിനാന്ന്? അറിയോ? എനിക്കെങ്ങനെ അറിയാനാടാ? ആ, ശരിയാ. നിനക്കെങ്ങനെ അറിയാനാണ്? പോലീസ് എന്നത് ആത്മഹത്യയാക്കി തള്ളി. ഒന്നിനും തെളിവില്ലായിരുന്നു. എന്നാലും എനിക്ക് പിടികിട്ടാത്തൊരു കാര്യം, അവളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്റെ മുഖം എങ്ങനെ വന്നു എന്നാ. നീ ചായ കുടിക്കേ, അത് തണുക്കണ്ട. അവൾ മരിച്ചൊരുപാട് കഴിഞ്ഞിട്ടാ എനിക്ക് ഈ ഫോൺ കിട്ടിയത്. കുടിക്കേ.
ആ ആ ഇനി നീ എണീക്കില്ല. നീ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്നേ നാളെ പുറം ലോകം അറിയൂ. എൻ്റെ പെങ്ങൾ വിഷം കഴിച്ചതാണ്. അല്ലടാ.